ഒരു ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അയാളെ വൈഫ് ഭയങ്കരമായി വിഷമിക്കുന്നു, കരയുന്നു. ഒരു നിലക്കും അവരെ സമാധാനിപ്പിക്കാൻ ആർക്കും പറ്റണില്ല. അപ്പോൾ മക്കളുടെ ഒരു സംശയം എന്നോട് ചോദിച്ചാണ്. മക്കൾ ചോദിച്ച സംശയം, ജീവിച്ചിരിക്കുന്ന കാലത്ത് സമാധാനത്തോടുകൂടെ വാപ്പയും ഉമ്മയും ഒപ്പം നിൽക്കണം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ വാപ്പ മരിച്ചിട്ട് ഇന്ന് വരെ അയൽപക്കത്ത് എവിടെയും ഒരു മരണം നടന്നിട്ടും കാണാത്ത അത്ര ഭയങ്കരമായ വിഷമം എന്താണ് ഉമ്മക്കുണ്ടാവാൻ കാരണം എന്നുള്ളതാണ്. എന്താ സംഗതി അറിയങ്ങൾ, ഈ ഒന്നിച്ചിരിക്കുമ്പോൾ ഇണകളുടെ വില അറിയാത്തവർക്ക് മരിച്ച ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ നമുക്കൊക്കെ നമ്മളെ ഭാര്യമാരെ വില അറിയണമെങ്കിൽ എന്തിനാ ഒരു നമ്മളപ്പം ഇല്ലാതെക്കണം. ഭർത്താവിൻ്റെ വില അറിയണമെങ്കിൽ അയാൾ ഇല്ലാതിരിക്കണം, ശരിക്കും മനസ്സിലാവും. കാരണം മരിച്ചു പോയ ഭർത്താവിനെ കുറിച്ചും മരിച്ചു പോയ ഭാര്യയെക്കുറിച്ചും പറയുമ്പോൾ കണ്ണീര് വരാത്ത ആരുമില്ല. കാരണം സജീവമായി ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് വില അറിയില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ അവൾ എല്ലാ ജോലിയും അവസാനിപ്പിച്ചിട്ട് ഇല്ലാതാകണം. അപ്പോഴാണ് അവളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെ ആയിരുന്നു എന്ന് ആ ശൂന്യതയിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മക്കളേറ്റ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാവും, തിരിച്ചു മനസ്സിലാവും. നമ്മളാണ് പോയിട്ട് ഒറ്റക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് അവരൊക്കെ നമ്മളൊപ്പം ഉണ്ടല്ലോ അല്ലേ, ഇന്ന് വൈഫ് നമ്മളൊപ്പം അല്ലേ. അതുകൊണ്ട് ഇന്ന് ആ വില മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യ, അതിനേക്കാളും വിലപ്പെട്ട ഒന്നും നിങ്ങളുടെ കൈവശം ഇന്നില്ല. നിങ്ങളുടെ ഭർത്താവ്, അതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിർത്താൻ മറ്റൊന്നില്ല. ആ രണ്ട് വിലയും ഒന്നിച്ചുറങ്ങിയിട്ടും മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുമ്പോഴാണ് ജീവിതം അതിൻ്റെ പരിപൂർണത പ്രാപിക്കുന്നത്. പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും അത്തരമൊരു അനുഗ്രഹീതമായ സമാധാനപൂർണമായ ദാമ്പത്യം നേടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.